നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നത് ജനാധിപത്യ രാഷ്ട്രം എന്നതിനേക്കാൾ ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവമാണ്. അതാണ് ഒരർത്ഥത്തിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വർഗീയതയ്ക്ക് വേരുകളില്ല എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. അത് ഒട്ടൊക്കെ ശരിയുമാണ്. രാജ്യചരിത്രത്തിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഇന്ത്യ ഭരണഘടനാപരമായി തന്നെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി മാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മതനിരപേക്ഷത എന്ന മൂല്യത്തെ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇപ്പം സമീപകാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദ വിഷയമെന്ന പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില പ്രത്യേക കേന്ദ്രങ്ങൾ ശ്രമിച്ചത് ഭരണഘടനയുടെ ആമുഖത്തിലെ മതനിരപേക്ഷത എന്ന പദം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് എന്നതാണ്. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഒരു ഔദാര്യം എന്ന പോലെ ചാർത്തപ്പെട്ട പദമല്ല മതനിരപേക്ഷത. ആ ഭേദഗതിക്ക് മുൻപും രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ പ്രതിഫലിപ്പിക്കപ്പെട്ട വെളിച്ചം മതനിരപേക്ഷതയുടെ വെളിച്ചമാണ്. ഇന്ത്യൻ ഭരണഘടന സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭരണഘടനയുടെ മുഖ്യ ചാലകശക്തിയായി നിലകൊള്ളുന്ന ആശയം അത് ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് എന്ന് വ്യക്തം. പ്രത്യേകമായി ആ പദം എടുത്ത് മുഖവുരയിൽ ചേർത്തിട്ടുണ്ടാവാം പിൽക്കാലത്ത്. അതിനു മുൻപും ഭരണഘടനയിൽ നിറഞ്ഞു നിന്ന ആശയം മതനിരപേക്ഷതയുടെ ആശയം തന്നെയാണ്. അങ്ങനെ ഒരു ഭരണഘടനയായി ഇന്ത്യയുടെ ഭരണഘടന മാറാൻ കാരണം ഭരണഘടന പിറവികൊള്ളുന്നതിനും മുൻപ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുൻപ്, അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന പദം പിറക്കുന്നതിനും മുൻപ് പിൽക്കാലത്ത് മതനിരപേക്ഷത എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയ ആശയം നമ്മുടെ രാജ്യത്ത് പ്രബലമായിരുന്നു എന്നതുകൊണ്ടാണ്. വർഗീയമായ ചേരിതിരിവുകൾക്കോ വർഗീയമായ താൽപ്പര്യങ്ങൾക്കോ അങ്ങനെ വലിയ ഇടമുള്ള ഒരു രാജ്യമായിരുന്നില്ല നമ്മുടേത്. എഴുതപ്പെട്ട രാജ്യത്തിൻ്റെ ചരിത്രത്തിലെവിടെയും നമുക്ക് അത്തരം അപകടങ്ങളുടെ വലിയൊരു സ്വാധീനം കാണാനുമാവില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഒരു രാജ്യം പിന്നെങ്ങനെയാണ് വർഗീയതയ്ക്ക് നല്ല സ്വാധീനമുള്ള ഒരു രാജ്യമായി മാറിയത് എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമീപകാല ചരിത്രം, ഏതാനും നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ദൃഢമായ മതനിരപേക്ഷ മൂല്യബോധം പരിക്കേൽക്കാതെ നമ്മുടെ രാജ്യത്ത് നിലനിന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏതാണ്ട് 2 നൂറ്റാണ്ടോളം കാലം ബ്രിട്ടീഷ് ആധിപത്യം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായി. അത്രയും കാലം ബ്രിട്ടൻ നമ്മുടെ രാജ്യത്തെ ഭരിച്ചു. ആദ്യം കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും നമ്മെ അടക്കി വാണു. ഈ കാലയളവിലുടനീളം ചെറുതും വലുതുമായ സ്വാതന്ത്ര്യ സമരങ്ങൾ രാജ്യത്തെമ്പാടുമുണ്ടായി. നൂറുകണക്കിന് വരുന്ന മനുഷ്യർ, ധീരദേശാഭിമാനികൾ ജീവത്യാഗം വരിക്കേണ്ടതായി വന്നു, രക്തസാക്ഷികളായി. ഈ കാലയളവിലെല്ലാം ബ്രിട്ടന് വേണ്ടി, കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഭരണനിർവഹണം നടത്തിയവരാരായിരുന്നു? മതപരമായി പരിശോധിച്ചാൽ എല്ലാവരും ക്രൈസ്തവരല്ലേ. ഇംഗ്ലണ്ടിൽ നിന്നൊരു നായർ ഇന്ത്യ ഭരിക്കാൻ വന്നിട്ടുണ്ടോ? ചരിത്രത്തിലെവിടെയും അങ്ങനെ ഇല്ലല്ലോ. വന്നവരെല്ലാം ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിന്നവരാണ്. അത് മൗണ്ട് ബാറ്റൺ മുതൽ പുറകിലേക്ക് എടുത്താൽ എല്ലാവരും അങ്ങനല്ലേ. മൊണ്ടേഗും, ജംസ്ഫോർഡും, ഇർവിങ്ങും, കാണിങ്ങും, നമ്മുടെ ഇവിടേക്ക് വന്ന ഹിച്ച്കോക്കും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ വിശ്വാസ സംബന്ധമായി പരിശോധിച്ചാൽ. ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ അന്ന് എത്ര ശതമാനം ഉണ്ടാവും? വളരെ തുച്ഛമായിരിക്കും. 1-2% ഉണ്ടായാലായി. പക്ഷേ ബ്രിട്ടനെതിരെ രാജ്യമെമ്പാടും ആർത്തിരവിയ സമരമുഖങ്ങളിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാരുടെ
മതം ഒരു സമരമുദ്രാവാക്യമായി ഉയർത്തിയിട്ടുണ്ടോ? അതാണ് നാം നോക്കേണ്ടത്. എവിടെയും കാണാനാവില്ല. ക്രിസ്ത്യാനികളായ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കാൻ എന്തവകാശം എന്ന ചോദ്യം രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരമുഖത്തെ ആവേശം കൊള്ളിപ്പിച്ചതായി നമ്മൾ എവിടെയും വായിച്ചിട്ടുമില്ല. ബ്രിട്ടൻ്റെ മതം നമുക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണം എന്ന ആവശ്യത്തിൻ്റെ പിന്നിൽ ഇന്ത്യയിലെ ക്രൈസ്തവരും അടിയുറച്ചു നിന്നു. സമരോത്സുകമായ ഒരു മതനിരപേക്ഷ ബോധം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ബ്രിട്ടനെതിരെ പൊരുതുമ്പോഴും അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും അവരുടെ ആയുധങ്ങളുടെ മുന്നിൽ ഇന്ത്യക്കാർ രക്തസാക്ഷിത്വം വരിക്കുമ്പോഴും വധശിക്ഷയ്ക്കും നാടുകടത്തലിനും കാരാഗൃഹവാസത്തിനുമെല്ലാം ഇരയാക്കപ്പെടുമ്പോഴും പക്ഷെ ബ്രിട്ടൻ്റെ മതം നമുക്കൊരു മുദ്രാവാക്യമായി രൂപപ്പെടുത്തിയെടുക്കേണ്ടി വന്നിട്ടില്ല. ആ മതത്തെ തൊട്ട് കളിച്ചിട്ടേയില്ല. മതവും മതവിശ്വാസവുമെല്ലാം വ്യക്തിയുടെ സ്വകാര്യതയാണെന്നും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ കൂട്ടിക്കലർത്തേണ്ട ഒന്നല്ല എന്നുമുള്ള വിവേകം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. ഇതിന് സമാനമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കെല്ലാം വിശദമായി കടന്നു പോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യാനന്തരം പാർലമെൻ്ററി ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പായപ്പോൾ തിരഞ്ഞെടുപ്പും മതവിശ്വാസവും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നുവോ എന്ന പരിശോധനയും കൗതുകകരമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1952-ലാണ്. ആദ്യ നെഹ്റു മന്ത്രിസഭയിൽ തന്നെ 47-ലെ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൽ തന്നെ സുപ്രധാനമായ വകുപ്പുകളുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു ചർച്ച ഉയർന്നു വന്നു അത്രേ. ആസാദിനെ പോലെയുള്ളവർ എന്തായിരുന്നാലും പാർലമെൻറ്റിൽ ഉണ്ടാവണം. അതുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായി വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം വേണം. അപ്പം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണം അബുൽ കലാം ആസാദ് എന്ന ചർച്ച ഉയർന്നു വന്നു. എന്നാൽ ആ നിർദ്ദേശത്തെ അതിശക്തമായി എതിർത്തത് ആസാദ് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ താൻ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് പിന്നെ എന്തോ വില എന്ന് അദ്ദേഹം ചോദിച്ചു അത്രേ. ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കാനായി തിരഞ്ഞെടുത്തത്, കോൺഗ്രസ് അദ്ദേഹത്തെ മത്സരിക്കാൻ നിയോഗിച്ചത് അംബാലയിലാണ് എന്നാണ് തോന്നുന്നത്. അംബാലയിലെ അന്നത്തെ ജനസംഖ്യയിൽ അങ്ങനെ ഗണ്യമായ ഒരു ശക്തിയേ ആയിരുന്നില്ല മുസ്ലിങ്ങൾ. അവിടെ മത്സരിച്ചാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ മതപരിഗണന ഒരു സ്വാധീനവും ചെലുത്തിക്കൂടാ എന്ന ചിന്തയാണ് മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ദേശീയ നേതാക്കന്മാരെ അന്ന് നയിച്ചത് എന്ന് നാം കാണണം. അതൊരു മഹത്തായ ബോധമാണ്. തുടർന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക്, വിവിധ സംസ്ഥാന നിയമസഭകളുടെ നേതൃത്വത്തിലേക്ക് ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ടവർ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ശക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകത. വളരെ തുച്ഛമായ ശതമാനം മുസ്ലിങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഒരു കാലത്ത് ബീഹാർ. ആ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ നേതാവിൻ്റെ പേര് ഒരിക്കൽ ഒരു കാലത്ത് ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്നായിരുന്നു. ഇത് ബീഹാറിൻ്റെ മാത്രം ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഏതാണ്ട് അതുപോലെ മറ്റൊരു സംസ്ഥാനം രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിൻ്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രഭവ കേന്ദ്രമെന്ന് പലരും ആലങ്കാരികമായി വിശേഷിപ്പിക്കുന്ന മഹാരാഷ്ട്രയിൽ ഒരിക്കൽ മുഖ്യമന്ത്രിയായത് ഡോക്ടർ അബ്ദുറഹിമാൻ അന്തുലെ എന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായ സംസ്ഥാനം ആസാമാണ്. ആസാം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡോക്ടർ സൈദ അൻവർ തൈമൂർ അവരായിരുന്നു മുഖ്യമന്ത്രി.
നമ്മുടെ തൊട്ടടുത്ത് പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു MOH ഫാറൂഖ്. പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി വന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളവും അത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. 37ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ മലയാളിയുടെ പേര് AK ആന്റണി എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രധാനമന്ത്രിയായി ഒക്കെ വന്നവർ. മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ വിഭാഗത്തിൽ ജനിച്ച ഒരാളായിരുന്നല്ലോ. ഫക്രുദ്ദീൻ അലി അഹമ്മദും ഡോക്ടർ സാക്കിർ ഹുസൈനും ഒക്കെ ഇന്ത്യയുടെ പ്രസിഡന്റുമാരായി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യം എത്രയെല്ലാം കുറവുകൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഒരു കാലത്ത് അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അവിടെ എവിടെയും താക്കോൽ സ്ഥാനത്തൊരു ഭൂരിപക്ഷ സമുദായക്കാരൻ വേണം എന്ന വർഗീയ സ്പർശമുള്ള ആവശ്യം ഉയർന്നു വന്നതായി നാം കേട്ടിട്ടില്ല ചരിത്രത്തിൽ. വോട്ട് ചെയ്യുമ്പോൾ ജാതിയും മതവും നോക്കണം എന്ന നിലയിൽ നീണ്ടകാലം ഇന്ത്യ ചിന്തിച്ചിരുന്നതേയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജാതിക്കും മതത്തിനും അതീതമായി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും മതവും വിശ്വാസവുമെല്ലാം വ്യക്തിയുടെ സ്വകാര്യതയാണെന്നും അതിന് ആ ഒരു പ്രസക്തി മാത്രമേ ഉള്ളൂ എന്നും ശരിയായി തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ ചരിത്രം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യവും നമ്മുടെ നാടും എത്രമാത്രം മതനിരപേക്ഷമായ മൂല്യങ്ങളെ പരിക്കേൽക്കാതെ സംരക്ഷിച്ചിരുന്നു എന്നതിന് 1000 അനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. ഇപ്പോഴും വർഗീയ താല്പര്യങ്ങളോടുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 921 മലബാർ സമരം. എന്നാൽ 1921 സമരത്തെയാണ് പ്രത്യേകമായി ചരിത്രം അങ്ങനെ മലബാർ സമരം എന്ന പേരിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനെയെല്ലാം കൂടി ചേർത്താണ് സത്യത്തിൽ വിശാലമായ അർത്ഥത്തിൽ മലബാർ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ 921 ശേഷം പ്രത്യേകമായ ലക്ഷ്യത്തോടെ ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ 21 സംഭവവികാസങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്തത്. എന്നാൽ അതിനെല്ലാം മുൻപ് തന്നെ അടിക്കടി മലബാറിലുണ്ടാവുന്ന ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വില്യം ലോഗനെ തന്നെ അത് പഠിക്കാൻ, അതിനെ സംബന്ധിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ബ്രിട്ടീഷ് ഭരണ നേതൃത്വം ചുമതലപ്പെടുത്തുന്നുണ്ട്. മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ തന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതല ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മലബാറിലെ നിരന്തരമായ സംഘർഷങ്ങളുടെ കാരണം ഇവിടുത്തെ കാർഷിക ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ് എന്ന് സംശയത്തിനിട കൊടുക്കാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളാണ്, ഇവിടുത്തെ ജന്മിക്കുടിയാൻ പ്രശ്നങ്ങളാണ്, ഭൂബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അതാണ് ഈ സംഘർഷങ്ങളുടെ കാരണം എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. 21 കാര്യമല്ല, അതിനൊക്കെ വളരെ മുമ്പുള്ള കാര്യം. പക്ഷെ അത് ബ്രിട്ടന് സ്വീകാര്യമായില്ല. അന്ന് വർഗീയമായി ഇവിടെ ചേരിതിരിവുണ്ടാക്കാനും അങ്ങനെ ഇന്ത്യയുടെ ഐക്യം തകർക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് ബ്രിട്ടൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താൻ, മുകളിലുള്ളവരുടെ ഇംഗിതമനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോഗനും തയ്യാറായില്ല. അങ്ങനെയാണത്രേ അദ്ദേഹത്തെ സിവിൽ സർവീസിൽ നിന്ന് ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റുകയും ഇവിടെ നിന്നും കടപ്പയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത് എന്നാണ് ചരിത്രം. അതിനെ തുടർന്ന് പിന്നീട് ലോഗൻ ജോലി തന്നെ രാജിവെക്കുകയും സ്കോട്ട്ലാൻഡിലേക്ക് മടങ്ങിപ്പോവുകയും കർഷകനായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. പറഞ്ഞു വന്നത്, സത്യസന്ധമായ പഠനം, പരിശോധന നടത്തിയിട്ടുള്ളവരെല്ലാം നമ്മുടെ നാട്ടിൽ അക്കാലത്ത് ഉയർന്നു വന്ന പല സംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം പിൽക്കാലത്ത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വർഗീയമായ പ്രശ്നങ്ങളല്ല,
വിശ്വാസപരമായ പ്രശ്നങ്ങളല്ല, അത് കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ ജില്ലയെ തന്നെ തെറ്റായി പലരും പല താല്പര്യങ്ങളോടെ ഉപയോഗിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടയിലും യഥാർത്ഥ ചരിത്ര സത്യം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള വിധം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത് മതനിരപേക്ഷമായ ഒരു മൂല്യബോധത്തെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജ്യം എന്നു മുതലാണ് പിന്നെ വർഗീയമായ സ്വാധീനങ്ങൾക്ക് വഴിപ്പെടാൻ ആരംഭിച്ചത്. തീർച്ചയായും അത് സംഘപരിവാരത്തിൻ്റെ ദീർഘകാല പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ്. 925 RSS രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ അന്നു മുതൽ RSS ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഈ ഒക്ടോബറിൽ 100 കൊല്ലം തികയും. രൂപീകരണത്തിൻ്റെ 100ാം വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു RSSൻ്റെ ലക്ഷ്യം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ആ അപകടത്തിന് സാക്ഷിയാകുമായിരുന്നു എന്ന് വേണം ന്യായമായും ബലമായും ഊഹിക്കാൻ. മതരാഷ്ട്രമാക്കി മാറ്റുമ്പോൾ നിലവിലുള്ള ഭരണഘടന മാറ്റി പുതിയൊരു ഭരണഘടന കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അതിന് കൊടിയ വർഗീയവാദികളായ ഒരു കൂട്ടം സന്യാസിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ. മനുസ്മൃതിയെ ആധാരമാക്കി ഒരു പുതിയ ഭരണഘടന, മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന, അതിൻ്റെ കരടെല്ലാം തയ്യാറാക്കി RSS ആസ്ഥാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ചാതുർവർണ്ണ്യാടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന വരെ തയ്യാറാക്കി 2024 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു. ജയിച്ചെങ്കിലും ജയിച്ചവരെ ഒട്ടും പ്രചോദിപ്പിക്കാത്ത, ആഹ്ലാദിപ്പിക്കാത്ത ഒരു വിജയമായി 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം മാറി. സഖ്യകക്ഷികളുടെ ഉറപ്പില്ലാത്ത പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭരണഘടന പൊളിച്ചെഴുതാൻ, മാറ്റിപ്പണിയാൻ ഇപ്പോൾ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവർ ക്ഷമയോടെ വീണ്ടും കാത്തിരിക്കുകയാണ്. നമുക്കത് ഭാവിക്ക് വിടാം. പക്ഷെ പറഞ്ഞു വന്നത്, മതരാഷ്ട്രം എന്ന കാഴ്ചപ്പാടോടെ ഈ 100 കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് RSS. അവർ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. ആദ്യകാലത്ത് അതിൻ്റെ അപകടം എല്ലാവരും വേണ്ട വിധത്തിൽ ആഴത്തിൽ ഗ്രഹിച്ചുവോ എന്നത് സംശയമാണ്. പ്രൊഫസർ ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനം, നെഹ്റു ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതാക്കന്മാർ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം തീക്ഷ്ണമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വർഗീയത മൃതിയടഞ്ഞുകൊള്ളും എന്ന് കരുതി. ബിപിൻ ചന്ദ്ര അത് വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത്. നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് സംഭവിച്ച ഒരു പിശക് എന്ന നിലയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ സമരം ശക്തിപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യ സമരം ആളിക്കത്തുമ്പോൾ ആ അഗ്നിജ്വാലകളേറ്റ് വർഗീയതയൊക്കെ അങ്ങ് ഇല്ലാതായിക്കൊള്ളും സ്വാഭാവികമായും എന്ന് കരുതി. അദ്ദേഹം ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നുണ്ട്. വർഗസമരം തീക്ഷ്ണമാകുമ്പോൾ വർഗീയത സ്വാഭാവികമായും പരാജയപ്പെട്ടുകൊള്ളും എന്ന് കരുതി എന്ന വിമർശനം ഇടതുപക്ഷത്തിനെതിരെയും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു പരിധിവരെ ശരിയായിരിക്കുമ്പോഴും വർഗീയതയുടെ വിപത്തിനെതിരെ ഇടവേളകളില്ലാത്ത സമരം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് കൗതുകപൂർവ്വം ഓർമ്മിക്കാവുന്ന ഒരു വിമർശനം ഒരു കാലത്ത് ഉന്നയിച്ചത് OV വിജയനായിരുന്നു. അദ്ദേഹം 1987 എഴുതുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, CPIM വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്.
ആ വിമർശനത്തിന് അടിസ്ഥാനം അഴിമതിക്കും സ്വേച്ഛാധികാര വാഴ്ചയ്ക്കുമെതിരെ എന്ന് വെച്ചാൽ കോൺഗ്രസിനെതിരായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ച, ഏകാധിപത്യ പ്രവണതകൾ, അഴിമതി, വൻതോതിലുള്ള അഴിമതി, ഇതിനെല്ലാം എതിരായി ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന് CPIM തടസ്സം നിൽക്കുന്നു. അതാണ് വിമർശനം. ആ വിമർശനത്തിൻ്റെ സൂക്ഷ്മാടിസ്ഥാനം ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെതിരെ അമിതാധികാര പ്രവണതയും കുടുംബവാഴ്ചയും അഴിമതിയുമെല്ലാം രാജ്യത്തെ തകർക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ വിശാലമായ ഒരു സഖ്യം രൂപപ്പെട്ടു വരണം. അതിൽ BJPയുമായും യോജിക്കുന്നതിന് ഈ CPIM ആണ് തടസ്സം നിൽക്കുന്നത്. അതാണ് നമ്മളെ വിമർശിക്കുന്നത്. CPIM, അതിന് EMSനെയൊക്കെ അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. CPIM വാശി പിടിക്കുന്നു, BJPയുമായി ഒരു തരത്തിലും തൊട്ടുകൂടാ എന്ന് CPIM ശഠിക്കുന്നു എന്നത് ഒരു വിമർശനമായി OV വിജയൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാലത്തും ഇന്ത്യയിൽ വർഗീയതയുടെ വിപത്തിനെ CPIM വലിയ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു എന്നാണ് ഇപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷെ അതിൻ്റെ തുടർച്ചയായി OV വിജയൻ മുൻപോട്ട് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് RSSൻ്റെ വർഗീയ ഭീകരതയെ എതിർക്കാൻ താരതമ്യേന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, OV വിജയൻ്റെ ഭാഷയിൽ, താരതമ്യേന ശക്തി കുറഞ്ഞ വർഗീയവാദികളായ BJPയെയും അണിനിരത്തണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇപ്പം അതിനൊന്നും ഒരു പ്രസക്തിയുണ്ട് എന്നാരും പറയില്ല. അത്തരം ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഇന്നില്ല. പക്ഷേ വേണമെങ്കിൽ RSSൻ്റെ വൻ വർഗീയ വിപത്തിനെ മറ്റൊരു വിധത്തിൽ, ആ വിപത്തിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ OV വിജയൻ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാതിരിക്കുമ്പോൾ തന്നെ, ഇന്നതിനൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ, ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ RSS ഒരു വലിയ വർഗീയ വിപത്തായി വരും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് 100 വർഷം നീണ്ടുനിന്ന രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള RSSൻ്റെ പരിശ്രമം, അതിനുവേണ്ടി നടത്തിയ ആസൂത്രിതമായ വർഗീയ കലാപങ്ങൾ, മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നുതള്ളിയ ദാരുണമായ വംശഹത്യകൾ, അതിൻ്റെ എല്ലാം ഒടുവിൽ ഇന്ത്യൻ പാർലമെൻറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയായി അവർ മാറി എന്ന് നാം കാണണം. ഒരു ദശാബ്ദത്തിലധികമായി കേന്ദ്ര രാഷ്ട്രീയാധികാരം സംഘപരിവാരത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ കേന്ദ്രാധികാരം ഉപയോഗിച്ച് പല മാർഗങ്ങളിലൂടെയും രാജ്യത്തെ പൂർണ്ണമായും വരുതിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളവും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് സംഘപരിവാർ RSS ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ കേന്ദ്രമായി കേരളം നിലനിൽക്കുകയാണ്. രാജ്യത്തെ മതനിരപേക്ഷവാദികൾ പ്രതീക്ഷയോടെ നോക്കുന്ന നാട് കേരളമാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി സംഘപരിവാരത്തിൻ്റെ വർഗീയ അജണ്ടകളുടെ മുൻപിൽ മുട്ടുമടക്കുമ്പോഴും പരാജയപ്പെടാൻ കൂട്ടാക്കാതെ ധീരമായി പൊരുതി നിൽക്കുന്ന നാട് നമ്മുടെ നാടാണ്, കേരളമാണ്. പക്ഷേ ഇവിടെയും നാൾ ചെല്ലുംതോറും വർഗീയത വേരാഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് ശതമാനത്തിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ടായി. മുൻപ് ജാതീയതയും വർഗീയതയും ഒക്കെ ഉള്ളിൽ ഒരു അല്പാൽപമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പുറത്തു പറയാൻ പാടില്ലാത്തതാണ് എന്ന ബോധമെങ്കിലും നല്ലൊരു പങ്ക് മലയാളികൾക്കും ഉണ്ടായിരുന്നു. പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ് വർഗീയത. ഉള്ളിൽ ഇത്തിരി വർഗീയതയുള്ളവനും പുറമേക്ക് അത് പറയാൻ മടിച്ച് ഒരു മുഖം മൂടി അണിഞ്ഞെങ്കിലും നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു നാടായിരുന്നു. എന്നാൽ നവമാധ്യമങ്ങളുടെയും മറ്റും കാലത്ത്
വളരെ പരസ്യമായി പ്രകടമായി പച്ചയായി വർഗീയത പറയാൻ മടിയില്ലാത്ത ചെറുതെങ്കിലും ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് നാം കാണണം. ആ സംഘപരിവാർ വർഗീയതയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും വിധം ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ചെയ്യുന്ന ശക്തിയായി കേരളത്തിലെ വലതുപക്ഷവും ആ വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇപ്പോൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘപരിവാരം എന്ന വിശേഷണത്തിന് സർവഥാ യോഗ്യമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDPI എല്ലാം പ്രവർത്തിക്കുന്നു, നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ഒരു ഇസ്ലാമിക പതിപ്പ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ. RSSനെ പോലെ തന്നെ മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം, അവരുടെ സ്വപ്നം. RSSന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് നാം കണ്ടോളണം. രണ്ടും ഒരേ സ്വഭാവമുള്ള മുദ്രാവാക്യമാണ്. വിഭജനത്തിന്റെ സമയത്ത് ഹൈദരാബാദിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളാണ് മൗദൂദി. ഇസ്ലാമിക രാഷ്ട്രമെന്ന സ്വപ്നവുമായി അങ്ങോട്ട് പോയ ആളാണ്. ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിച്ച നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും മതരാഷ്ട്രങ്ങളായിക്കോട്ടെ എന്നതാണ്. RSSന്റെ ഈ നിലപാട് തന്നെയാണ്. കടുത്ത മതമൗലിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നീണ്ടകാലം വോട്ട് ചെയ്യാനോ സർക്കാർ ജോലി സ്വീകരിക്കാനോ ഒന്നും സന്നദ്ധമാകാതെ മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പിന്നീട് അതിലൊക്കെ കുറേ മാറ്റം വന്നു, വോട്ട് ചെയ്യാൻ ആരംഭിച്ചു. ആ ഘട്ടത്തിൽ തീർത്തും അരാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. ഒരു നീണ്ടകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്നതായിരുന്നു. ചിലപ്പോൾ ഏതാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കൊന്ന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ നിലപാടതാണ്, സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യും. അതായിരുന്നു നിലപാട്. അത്ര വിചിത്രമായ നിലപാടുകളുടെ പേരിൽ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും UDFന് പിന്തുണ കൊടുത്തു. ഇപ്പം UDFലെ ഒരു ഘടകകക്ഷിയാക്കാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അത് UDF ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അസോസിയേറ്റ് ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ മറ്റ് ഘടകകക്ഷികളുടെ ഒപ്പം ഇരുന്ന് ഊണ് കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കും. എന്നാലും വേണ്ടില്ല, ഞങ്ങളെ നിങ്ങൾ അങ്ങനെയെങ്കിലും പരിഗണിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപേക്ഷ. ആ അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിച്ച് കിട്ടുന്നതിനു വേണ്ടി ഇപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയ നിലപാടുകൾ ഉയർത്തി മുസ്ലിം ന്യൂനപക്ഷത്തെയാകെ UDFനോടൊപ്പം അണിനിരത്തി കൊടുത്തുകൊള്ളാം എന്നൊരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കരാർ പാലിക്കുന്നതിൻ്റെ ഭാഗമായി SDPI ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടെ ചേർത്ത് മുസ്ലിം ലീഗിൻ്റെ തന്നെ രാഷ്ട്രീയ നേതൃത്വം കയ്യാളി നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ കടുത്ത വർഗീയ ധ്രുവീകരണ പ്രചരണവുമായാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന RSS ആണ്. RSSന്റെ ഹിംസോന്മുഖമായ മതരാഷ്ട്രവാദത്തിന്, വർഗീയ പ്രചാരവേലകൾക്ക് സാധൂകരണം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ജമാഅത്തെ വർഗീയ പ്രചരണം നടക്കുമ്പോഴാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഇരു വർഗീയതകളുടെ ബലപരീക്ഷണമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റാനാണ് ഇരു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹീനമായ പരീക്ഷണത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് കേരളത്തിലെ വലതുപക്ഷം, കേരളത്തിലെ UDF. കേരളത്തിൽ
ഒരു ദശാബ്ദത്തോളമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്ത് ഒരു ദശാബ്ദം. 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരമില്ല, 11 കൊല്ലമായി. 10ാം കൊല്ലത്തിലേക്ക് കടക്കുന്നു, കേരളത്തിൽ അധികാരമില്ല. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു ദശാബ്ദമായി രാഷ്ട്രീയാധികാരമില്ലാത്ത പാർട്ടി എന്ന നിലയിൽ നിൽക്കേണ്ടി വരുന്നത് ആദ്യമായാണ് കോൺഗ്രസ്. ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു അനുഭവം. ഇത് കോൺഗ്രസിന് താങ്ങാവുന്നതിലധികമാണ്, താങ്ങാൻ കഴിയില്ല. ഇപ്പോഴാണെങ്കിലോ ഒരു 3ാം ഊഴം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിൻ്റെ സമനില തെറ്റിക്കുകയാണ്. മുല്ലപ്പള്ളി വരെയുള്ള നേതാക്കന്മാർ പരസ്യമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC പ്രസിഡന്റിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു. അതിലും അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും ജയിക്കും, കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും, അതാണ് പ്രയോഗം. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങി. DCC പ്രസിഡന്റിനെ രാജിവെപ്പിച്ചെങ്കിലും പറഞ്ഞ കാര്യം പറഞ്ഞതായി നിൽക്കുകയല്ലേ. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു ഭയം ശക്തമാണ്. 3ാം ഊഴം ലഭിക്കും, വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അവർക്കത് താങ്ങാനാവാത്തതാണ്. അധികാരമില്ലാതെ അരനിമിഷം തുടരാനാവാത്ത ദൗർബല്യം പൊതുവിൽ വലതുപക്ഷത്തിനുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ഏതു ഹീനകൃത്യം ചെയ്തായാലും വേണ്ടില്ല അധികാരം പിടിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ഒരു വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ഒരു പരീക്ഷണത്തിനാണ് കോൺഗ്രസ് തന്നെ നേരിട്ട് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സംഘപരിവാരവും ശ്രമിക്കും. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ വളരെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്നതായി രൂപപ്പെടും. ഈ ഘട്ടത്തിലാണ് വർഗീയ വിപത്തിനെതിരായി എല്ലാവരെയും അണിനിരത്തുക എന്ന ദൗത്യം മതനിരപേക്ഷ കേരളം ഏറ്റെടുക്കേണ്ടത്. വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവാം, അതിൽ തകരാറൊന്നുമില്ല. പക്ഷേ ഏത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരായാലും പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കൊടിയ വർഗീയതയുടെ അപകടങ്ങളെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ ഇപ്പോൾ വലതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ വർഗീയ പരീക്ഷണം, അതിൻ്റെ ചെലവിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വർഗീയതയുടെ പുതിയ സ്വപ്നങ്ങൾ, അതിനെയെല്ലാം തകർക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങൾ പോർലേൽക്കാതെ ഈ മണ്ണിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ കേരളം തകരാതിരിക്കാൻ എല്ലാ തരം വർഗീയതയും പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിൻ്റെ നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള സകലരെയും ബോധ്യപ്പെടുത്തി അണിനിരത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം കൂട്ടായി ഏറ്റെടുക്കേണ്ടതാണ്. കേരളം തകരാതിരിക്കാൻ, കേരളം ഇനിയും നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ധീരമായി മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ വിഭാഗം മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു നാടായി കേരളത്തെ നിലനിർത്താൻ എല്ലാത്തരം വർഗീയതയെയും നമ്മുടെ മണ്ണിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന വർഗീയത എന്നൊന്നുമില്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, നിങ്ങൾ RSS വർഗീയതയ്ക്കെതിരായിട്ട് മാത്രമാണല്ലോ ശക്തമായി പ്രസംഗിക്കുന്നത്. പ്രസംഗത്തെ ചിലപ്പോൾ കുറച്ച് കൂടുതലായി RSSനൊക്കെ പറയും. അതിൻ്റെ കാരണം RSS നേതൃത്വം കൊടുക്കുന്ന വർഗീയത ഇന്ന് ഇന്ത്യയിൽ അധികാരം കൈയാളുന്ന വർഗീയതയാണ്. കേന്ദ്ര രാഷ്ട്രീയാധികാരത്തെ നിയന്ത്രിക്കുന്നത് RSS ആണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയ്ക്ക് തൽക്കാലം ഒരു പഞ്ചായത്തിൽ പോലും അധികാരം പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പൊതുവായ പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ സമയമെടുത്ത് വിമർശിക്കുന്നതും തുറന്നു കാട്ടുന്നതും RSSനെ തന്നെയായിരിക്കും. അത് നാളെയും അങ്ങനെ തുടരും. അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട്
ഒരല്പം അയവേറിയ നിലപാടുണ്ട് എന്നല്ല. എല്ലാ വർഗീയതയും നമ്മുടെ നാടിന് അപകടമാണ്. എല്ലാ വർഗീയതയും നാടിനെ വിനാശത്തിലേക്കാണ് നയിക്കുക. അത് ഹൈന്ദവ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും എല്ലാം നമ്മുടെ നാടിനെ തിന്മയിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്കാണ് നയിക്കുക. ഇന്നോളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വർഗീയതയും, ഒരുപക്ഷെ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും ഈ നാടിന് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും, ഏത് വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ആ വർഗീയതയെല്ലാം എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സകല വർഗീയതയ്ക്കുമെതിരായി മനുഷ്യരെ അണിനിരത്തുക, വിശ്വാസികളെ അണിനിരത്തുക, അതാണ് ഉത്തരവാദിത്വം. വിശ്വാസവും വർഗീയതയും തമ്മിലൊന്നും നേരിട്ടൊരു ബന്ധവുമില്ല. വർഗീയത എന്ന വാക്കിന് പലരും കൊടുത്തു കാണുന്ന ഒരു നിർവചനം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുന്നതിനായി മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത എന്നാണ്. അതുതന്നെയാണ് ഏറ്റവും ശരിയായ നിർവചനമെന്നാണ് തോന്നുന്നത്. അധികാരം പിടിച്ചുപറ്റാൻ മതത്തെ, വിശ്വാസത്തെ ഉപയോഗിക്കുക, അതാണ് വർഗീയത. അങ്ങനെ ഉപയോഗിക്കുന്നവർ വിശ്വാസികളായിക്കൊള്ളണം എന്നില്ല. ഇന്ത്യയിലെ വർഗീയതയുടെ ആദ്യകാലപഥികർ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് സവർക്കറും മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്നയും. രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല എന്നതാണ് വസ്തുത. രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല. പക്ഷെ അവരാണ് രണ്ട് വിശ്വാസ സമൂഹത്തെ മറയാക്കി മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. അധികാരം പിടിച്ചെടുക്കാൻ, അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു അവർക്ക് മതവും വിശ്വാസവും. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ ഈ വർഗീയ ചിന്താഗതിക്കെതിരായി, മതരാഷ്ട്രമെന്ന വർഗീയവാദികളുടെ സ്വപ്നത്തിനെതിരായി അണിനിരത്തുക എന്നത് നാടിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അതുകൊണ്ട് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമല്ല, കേരളം നാളെയും പുലരണം എന്നാഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി നിൽക്കുന്നവരെങ്കിലും നമ്മുടെ നാട് അരക്ഷിതാവസ്ഥയിലായി കൂടാ, തകർന്നു പോയി കൂടാ എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. വർഗീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇന്ന് കേരളത്തിൽ UDF നേതൃത്വം കൊടുക്കുന്ന വിപൽക്കരമായ പരീക്ഷണങ്ങളെയും ഒപ്പം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലത്തിൽ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിൻ്റെ നീക്കങ്ങളെയും ഒരേ സമയം എതിർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാവരും കൂടുതൽ വീര്യത്തോടെ രംഗത്തിറങ്ങേണ്ട ഒരു കാലമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അഭിവാദനം.